വിവാദങ്ങളുടെ പേരിൽ കൂടിയാണ് പാരീസ് ഒളിമ്പിക്സ് തരംഗമാകുന്നത്. കോവിഡും നീന്തൽക്കുളത്തിലെ മോശം ജലവും ലിംഗവിവാദവുമാണ് പാരീസ് ഒളിമ്പിക്സിനെ പിടിച്ചുലയ്ക്കുന്നത്. ഇപ്പോഴിതാ പാരീസ് ഒളിമ്പിക്സിൽ ലിംഗവിവാദം തുടർക്കഥയാവുകയാണ്. അൾജീരിയയുടെ ബോക്സിംഗ് താരം ഇമാനെ ഖലീഫയ്ക്ക് പിന്നാലെ തായ്വാന്റെ ലിൻ യു ടിങ്ങും ലിംഗവിവാദത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്. ബോക്സിംഗ് 57 കിലോഗ്രാം വിഭാഗത്തിൽ ഉസ്ബെക്കിസ്ഥാന്റെ സിറ്റോറ തുർഡിബെക്കോവയെ ലിൻ യു ടിങ് പരാജയപ്പെടുത്തിയതോടെയാണ് ചോദ്യശരങ്ങൾ താരത്തിന് നേരെയും തിരിഞ്ഞത്. 2023 നടന്ന അന്താരാഷ്ട്ര ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് ലിംഗപരിശോധനയിൽ പരാജയപ്പെട്ട ഇരു വനിതാ താരങ്ങളെയും ഒളിമ്പിക്സിൽ പങ്കെടുപ്പിച്ചതിനെതിരെയാണ് ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത്. യോഗ്യതാ മാനദണ്ഡങ്ങളിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് 2023 ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ നിന്ന് ഇരു താരങ്ങളെയും വിലക്കിയിരുന്നു. DNA പരിശോധനയിൽ ഇമാനെ ഖലീഫയ്ക്കും ലിൻ യു ടിങ്ങിനും പുരുഷന്മാരുടേതായ XY ക്രോമസോമുകളാണുള്ളതെന്ന് തെളിഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട്. പുരുഷന്മാരുടെ ശരീരഘടനയുള്ള ഇവർ വനിതാ വിഭാഗത്തിൽ മത്സരിക്കാൻ കഴിയില്ലെന്നാണ് കായിക താരങ്ങൾക്കൊപ്പം പലരും വാദിക്കുന്നത്. നോർത്ത് പാരീസ് അരീനയിൽ ഓഗസ്റ്റ് 1 നടന്ന ഇമാനയുടെ ആദ്യ മത്സരത്തിൽ നിന്ന് ഇറ്റലിയുടെ ഏഞ്ചല കാരിനി പിന്മാറിയിരുന്നു. ഇമാനയുടെ ആദ്യ പഞ്ചിൽ തന്നെ ഏഞ്ചലയുടെ താടിയെല്ല് ഇളകി. രണ്ടാമത്തെ പഞ്ചോടുകൂടി മത്സരത്തിൽ നിന്ന് ഏഞ്ചലെ പിന്മാറുകയായിരുന്നു. തന്റെ കരിയറിൽ ഇത്രയും പവറുള്ള പഞ്ച് ലഭിച്ചിട്ടില്ല എന്നായിരുന്നു ഏഞ്ചലെ മത്സരശേഷം പ്രതികരിച്ചത്. ഇതോടെയാണ് പാരീസ് ഒളിമ്പിക്സിൽ ലിംഗവിവാദത്തിന് തുടക്കമാകുന്നത്. തുർഡിബെക്കോവയെ ലിൻ തോൽപ്പിച്ചത് ശക്തിയേക്കാൾ മികച്ച ടെക്നിക്കുകൾ പുറത്തെടുത്തായിരുന്നു. നീളമുള്ള കൈകൾ ഉപയോഗിച്ച് എതിരാളിക്ക് നേരെ തുരുതുര പഞ്ചുകൾ പായിച്ചായിരുന്നു ലിൻ സ്കോർ ചെയ്തത്. പക്ഷേ അന്താരാഷ്ട്ര ചാമ്പ്യൻഷിപ്പിന്റെ യോഗ്യതാ മാനദണ്ഡങ്ങൾ മറികടക്കാൻ കഴിയാതിരുന്ന ഇമാനെയും ലിൻ യു ടിങ്ങിനെയും പാരീസ് ബോക്സിംഗ് റിംഗിൽ മത്സരിക്കാൻ അനുവദിച്ചതിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി, എലോൺ മസ്ക് തുടങ്ങിയവരും ഇമാനെ ഖലീഫിനെതിരെ വിമർശനങ്ങളുമായി രംഗത്ത് വന്നിരുന്നു. അതേസമയം ഇരുവരുടെയും പാസ്പോർട്ടിൽ 2 താരങ്ങളും സ്ത്രീകളാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ വിശദീകരണം. കൂടാതെ 2021 നടന്ന ടോക്കിയോ ഒളിമ്പിക്സിൽ ഇരു താരങ്ങളും വിവാദങ്ങളൊന്നുമില്ലാതെ മത്സരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇരുവർക്കും മത്സരിക്കുന്നതിൽ തടസ്സമില്ലെന്നാണ് ഒളിമ്പിക് കമ്മിറ്റിയുടെ വാദം.